കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ വിളിച്ചു. അവരുടെ മകൻ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് എന്നതാണ് അവരുടെ പരാതി. ദിവസവും മണിക്കൂറുകളോളം അവൻ ഫോണിൽ ചെലവഴിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഒരു കുട്ടി മൊബൈൽ ഫോണിന് അഡിക്റ്റായി എന്നതിൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? അതേ ചോദ്യം ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവർ പറഞ്ഞ ഒരു വിഷയം എന്നെ ഭയപ്പെടുത്തി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അവനുമായി മനഃപൂർവ്വം ബന്ധപ്പെടുത്തുന്നതാണോ എന്നെനിക്കറിയില്ല. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് അവരെന്നോട് പറഞ്ഞ വിഷയങ്ങളിൽ പലതും സോഷ്യൽ മീഡിയയിലിരുന്ന് പറയാൻ സാധിക്കാത്തതായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള ഒരു ഇറച്ചി വെട്ടുകാരനുമായി പരിചയം സ്ഥാപിച്ച് അവിടെ ചെന്ന് രക്തം വാർന്നൊഴുകുന്ന മാംസത്തിൻ്റെ വീഡിയോകളും പിടയുന്ന ജീവികളുടെ വീഡിയോകളും ഫോണിൽ പകർത്തുന്നു. അവനുപയോഗിക്കുന്ന ഫോൺ രഹസ്യമായി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ചില വീഡിയോകൾ ഞാൻ കണ്ടത്. കഴിഞ്ഞ ദിവസം അവൻ്റെ ഷർട്ടിൽ ഒരു രക്തപ്പാട് കണ്ടിരുന്നു. അതിലെന്തോ സംശയം തോന്നി ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. അവൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിലും ചില മുറിവുകൾ ഞാൻ കണ്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഓമനിച്ച് വളർത്തിയ പൂച്ചയുടെ തലയില്ലാത്ത ശരീരം വീടിന് പുറത്ത് കിടക്കുന്നതും അതിൽ യാതൊരു കൂസലുമില്ലാത്ത എൻ്റെ മകനും. എനിക്ക് ആദ്യമുണ്ട്, സർ, എൻ്റെ മകന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരിത്രയും പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ ഉള്ളിലും ഭയമായിരുന്നു. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിൽ ഇന്ന് മറ്റ് പലതും ലഭ്യമാണ്. മറ്റ് പലതും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ഇനി തുടർന്നുള്ള 10 മിനിറ്റ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ആ 10 മിനിറ്റിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ മറ്റു രക്ഷിതാക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്നതും നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ പാടില്ലാത്ത ആ ഭീകരതയെക്കുറിച്ച് അറിയാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്.